സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മൊഴി കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ബെന്നി ബെഹനാൻ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു. അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം ഒരാൾക്കും മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. സത്യം പുറത്തു വരും. ഇവിടെ വർഷങ്ങളായി വേട്ടയാടൽ അത് ജീവിതങ്ങളെയാണ് തകർത്തിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ജീവിതങ്ങളെ ബാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് എന്താ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധം ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ കണ്ടതിൻ്റെ കാരണം വീണ്ടും ഒരു വിവാദത്തിന് സ്കോപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് അത് മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് സംസാരിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എത്താൻ എന്നും ഉച്ചയ്ക്കുള്ളിൽ അദ്ദേഹം പുതുപ്പള്ളി പള്ളിയിൽ എൻ്റെ പിതാവ് വിശ്രമിക്കുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹം ആദരവ് അർപ്പിച്ചിട്ട് പോകുമെന്നാണ് എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയെ കിട്ടിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിവാദമാക്കും. അത് ഞാൻ പറയുകയാണ്, എൻ്റെ ഫാദറിൻ്റെ അനുസ്മരണമാണ്. അതിനെ നിങ്ങളിങ്ങനെ വിവാദമാക്കരുത്. ജീവിച്ചിരുന്നപ്പോഴോ വിവാദത്തിൽപ്പെടുത്തി, 10 വർഷമായി. അപ്പോൾ ഇനിയും വിവാദത്തിലേക്ക് പെടുത്തരുത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. മുഖ്യമന്ത്രി പുതുപ്പള്ളിയിൽ വരും എന്നുള്ള സംശയമില്ല. മാത്രമല്ല, അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സമ്മിറ്റ് എന്ന പേരിൽ 2 വർഷം മുമ്പ് ഒരു പരിപാടി നടത്തപ്പോൾ അതിനും ഒരു വിവാദം ഉണ്ടായതാണ്. ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ആ ലീഡർഷിപ്പ് സമ്മിറ്റിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയം കിട്ടുവാണെങ്കിൽ അതിലും അദ്ദേഹം പങ്കെടുക്കും. ഈ KSUവിൻ്റെ ഒരു വിവാദം, അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഗവൺമെൻറ് പീഡന നിയമനത്തിൽ KSUയുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് ഇടപെടാൻ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. KSUക്കാരുടെ ഈ സർക്കാരുണ്ടായി. അത് ഞാനൊരു സംശയമില്ല. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് എല്ലാ ആസ്പെക്ട്സും അറിയാവുന്ന ആളാണ്. ഇപ്പം ഈ ലീഡർ നിയമനം എന്ന് പറയുമ്പോൾ നിയമമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നിയമ സെക്രട്ടറിയും അതുമാത്രമല്ല ഈ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും യോഗ്യതയും അയോഗ്യതയൊക്കെ അറിയുന്ന വ്യക്തിയാണ്. അപ്പം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പം ആ ഒരു തലത്തിൽ അതിനെ കണ്ടാൽ മതി. അദ്ദേഹമായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മളതിനെ വലിയൊരു വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആ കാര്യം. അല്ല, KSUക്കാർക്ക് ഒരു എന്താ അഭിപ്രായം പറയുന്നതിന് പ്രശ്നമില്ലല്ലോ. അത് അവർ KSU തലത്തിൽ അവർക്ക് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട് ഇതായിരിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കും ആ സെലക്ഷൻ നടത്തിയതെന്നായിരിക്കും അത് ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ വാക്കാണ് പ്രശ്നം. KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യം? അപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചോദിക്കുന്നത് ഞങ്ങൾ കൂടി പണിയെടുത്തിട്ടല്ലേ ഈ സംവിധാനം ഉണ്ടായത്, പിന്നെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നതിലൊരു അല്ല, ഞാൻ അതിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ആ ഒരു തലത്തിൽ അതിനെ കണ്ടാൽ മതി. അദ്ദേഹം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. മനസ്സിലായി? ഇപ്പം എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ആ തലത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഒരിക്കലും വേറൊരു അർത്ഥം അതിന് കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്.